ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന തൊഴിൽ വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിന് പ്രാഥമിക പരീക്ഷാ ഫലമായില്ല. അതായത് 10th പ്രിലിംസ് എക്സാം കഴിഞ്ഞു. മുഖ്യ പരീക്ഷ മെയ് 21 ഡേറ്റും വന്നു. മെയ് 7 നമുക്ക് ഹോൾ ടിക്കറ്റ് വരും എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. സെക്രട്ടേറിയറ്റ് PSC ഓഫീസ് അറ്റൻഡൻറ്റ് മുഖ്യ പരീക്ഷയ്ക്ക് ഇനി 2 മാസം ബാക്കിയുള്ളൂ. പരീക്ഷ എഴുതാൻ അർഹത നേടിയവരുടെ പട്ടിക ഇനിയും PSC പ്രസിദ്ധീകരിച്ചിട്ടില്ല. പരീക്ഷ എഴുതാൻ അവസരം കിട്ടുമോ എന്നറിയാതെ പരിശീലനം നടത്തുകയാണ് ഉദ്യോഗാർത്ഥികൾ. അർഹതാ പട്ടിക വൈകുന്നതിനാൽ കൂടുതൽ ശ്രദ്ധയോടെ പരിശീലനം നടത്താൻ ഇവർക്ക് കഴിയുന്നുമില്ല. മാർക്ക് സമീകരണത്തിൻ്റെ നടപടിയാണ് ഫലം വൈകിപ്പിക്കുന്നത്. അന്വേഷിക്കുന്നവരോട് ഉടൻ ഫലം വരുമെന്നാണ് അറിയിക്കുന്നത്. അഗ്നിവീർ ചോദ്യങ്ങൾ മലയാളത്തിലുമുണ്ട്. അഗ്നിവീർ പരീക്ഷയ്ക്ക് ഇനി മുതൽ വനിതകൾക്കും അപേക്ഷിക്കാം. ഫയർമാൻ റാങ്ക് പട്ടികയിൽ 583 പേര്. നിലവിലെ ഒഴിവ് 255 എണ്ണമാണ്. എന്നിട്ടും പട്ടിക ചുരുക്കിയിട്ടുണ്ട്. ഫയർമാനിൽ 1ാം റാങ്ക് ജസീലിനാണ്. ക്ലർക്ക് 14 ജില്ലകളിലും പട്ടികയെ ആകെ കുറച്ചത് 2965 പേരെയാണ്. ഭിന്നശേഷി പട്ടിക 40% കുറച്ചു. വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് നിയമനത്തിനുള്ള സാധ്യതാ പട്ടികയിൽ ഇത്തവണ PSC 2965 പേരെ കുറച്ചു. കഴിഞ്ഞ തവണ 14 ജില്ലകളുടെ സാധ്യതാ പട്ടികയിൽ 23,693 പേരെ ഉൾപ്പെടുത്തിയിരുന്നു. ഇത്തവണ അത് 20,728 കുറച്ചു. കട്ട് ഓഫ് മാർക്ക് ഉയർത്തിയാണ് സാധ്യതാ പട്ടിക ചുരുക്കിയത്. വയനാട്, പത്തനംതിട്ട ഒഴികെയുള്ള 12 ജില്ലകളിൽ കഴിഞ്ഞതിനേക്കാൾ പട്ടിക ചെറുതാക്കി. പത്തനംതിട്ടയിൽ 2 പേരും വയനാട്ടിൽ 35 പേരുമാണ് കൂടുതൽ. ഭിന്നശേഷി സംവരണ പട്ടികയാണ് വലിയ തോതിൽ PSC വെട്ടിക്കുറച്ചത്. കഴിഞ്ഞ പട്ടികയിൽ 1074 പേരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ 416 പേര് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 60% കുറവുണ്ടായി. മുഖ്യ പട്ടികയിൽ 1888 പേരുടെ സമുദായ സംവരണ ഉപപട്ടികയിൽ 419 പേരുടെയും കുറവാണുള്ളത്. മുഖ്യ പട്ടികയിൽ തിരുവനന്തപുരത്തിന് മാത്രമേ 1000-ന് മുകളിൽ ഉദ്യോഗാർത്ഥികളുള്ളൂ. കൊല്ലത്തിൻ്റെയും ഇടുക്കിയുടെയും സാധ്യതാ പട്ടികകളാണ് അവസാനം പ്രസിദ്ധീകരിച്ചത്. ഇടുക്കിയുടേത് മാർച്ച് 7-നും കൊല്ലത്തിൻ്റെത് മാർച്ച് 13-നും പ്രസിദ്ധീകരിച്ചു. ഇതോടെ എല്ലാ ജില്ലകളുടെയും സാധ്യതാ പട്ടിക ഇനി രേഖാ പരിശോധന നടത്തണം. ഇതേ യോഗ്യതയ്ക്ക് മുൻപ് പരിശോധന പൂർത്തിയാക്കിയവർ വീണ്ടും പരിശോധനയ്ക്ക് എത്തേണ്ടതില്ല. അല്ലാത്തവർക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലായി പരിശോധന നടത്താനാണ് തീരുമാനം. തീയതി പ്രൊഫൈൽ സന്ദേശമായും SMS ആയും അറിയിക്കും. രേഖാ പരിശോധനകളുടെ പട്ടിക PSCയുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും. ഓഗസ്റ്റ് 1 റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ് ലക്ഷ്യം. ഇത്തവണയും ഏറ്റവും വലിയ പട്ടിക തിരുവനന്തപുരത്തിൻ്റെതാണ്. 2259 പേർ. ഏറ്റവും കുറവ് വയനാട്ടിലും 720 പേർ. ഏറ്റവും കൂടുതൽ പേരെ വെട്ടിക്കുറച്ചത് പാലക്കാട്ടാണ്. 395 പേർ കുറഞ്ഞു. കഴിഞ്ഞ തവണ തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 2000-ലേറെ പേർ സാധ്യതാ പട്ടികയിലുണ്ടായിരുന്നു. ഇത്തവണ തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ മാത്രമാണ് 2000 കവിഞ്ഞത്. ക്ലർക്ക് സാധ്യതാ പട്ടികയുടെ വിവരമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെയും ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സാധ്യതാ പട്ടികയിലെ വിവരങ്ങളാണ്. നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ എല്ലാ ആഴ്ചയിലും തൊഴിൽ വാർത്തയുടെ PDF അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഡെയിലി കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രൊവിഷണൽ ആൻസർ കീ, PSC അപ്ഡേറ്റ്സ് എല്ലാം അതാത് സമയത്ത് കിട്ടുന്നതാണ്. പ്രാഥമിക പരീക്ഷയ്ക്ക് 3.99 ലക്ഷം പേർ, 63,678 പേർ അപേക്ഷകൾ. ഡിഗ്രി പ്രിലിംസിൻ്റെ പരീക്ഷയ്ക്ക് അസാധുവായിട്ടുണ്ട്. 3,94,615 പേരാണ് ഡിഗ്രി പ്രിലിംസിന് കൺഫർമേഷൻ നൽകിയത്. തസ്തിക മാറ്റത്തിൽ 4,602 പേർ പരീക്ഷ എഴുതും. ആകെ 3,99,217 പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത്. 2 കാറ്റഗറികളുമായി 63,678 അപേക്ഷകൾ അസാധുവായി. നേരിട്ടുള്ള നിയമനത്തിൽ 63,285 പേരും തസ്തിക മാറ്റത്തിന് 393 പേരും പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയില്ല. ഇവരുടെ അപേക്ഷകളാണ് PSC അസാധുവാക്കിയത്. പരീക്ഷ എഴുതാൻ മാർച്ച് 11 രാത്രി 12 മണിക്കകം പ്രൊഫൈലിലൂടെ ഉറപ്പ് നൽകേണ്ടിയിരിക്കുന്നു. പ്രാഥമിക പരീക്ഷയുടെ ആദ്യഘട്ടം മെയ് 24-നാണ്. ഇത്തവണ നേരിട്ടുള്ള വിജ്ഞാപനത്തിന് 4,57,900 പേരും തസ്തിക മാറ്റത്തിന് 4,995 പേരുമാണ് അപേക്ഷിച്ചത്. മൊത്തം 3.99 ലക്ഷം
പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയതിനാൽ 3-4 ഘട്ടമായി പ്രാഥമിക പരീക്ഷ നടത്താനാണ് PSCയുടെ തീരുമാനം. ജൂൺ ജൂലൈ മാസങ്ങളിലായി അടുത്ത ഘട്ടങ്ങൾ പൂർത്തിയാക്കും. അതിൻ്റെ തീയതി പിന്നീട് കലണ്ടറിൽ അറിയിക്കും. ആദ്യഘട്ട പരീക്ഷയ്ക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് മെയ് 9 മുതൽ പ്രൊഫൈലിൽ ലഭിക്കും. ബാക്കിയുള്ളവർക്ക് അടുത്ത ഘട്ട പരീക്ഷകൾക്കായിരിക്കും അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുക. പ്രാഥമിക പരീക്ഷയ്ക്ക് നിശ്ചിത മാർക്ക് വാങ്ങി ജയിക്കുന്നവർക്ക് മുഖ്യ പരീക്ഷ എഴുതാനാകുള്ളൂ. അത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിരിക്കും. അത് 100 മാർക്കുമുള്ള വീതമുള്ള 2 പേപ്പറുകളുണ്ട്. അവയുടെ മാർക്കാണ് റാങ്ക് നിശ്ചയിക്കാൻ പ്രധാനമായും പരിഗണിക്കുന്നത്. പ്രാഥമിക പരീക്ഷയുടെ മാർക്ക് മുഖ്യ പരീക്ഷ എഴുതാനുള്ള അർഹതയ്ക്ക് മാത്രമേ കണക്കാക്കുകയുള്ളൂ. മുഖ്യ പരീക്ഷയുടെ മാർക്കും അഭിമുഖത്തിൻ്റെ മാർക്കും ചേർത്താണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. 2026 ഏപ്രിൽ 11 ശേഷം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം. കരസേനയിൽ വിളിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം വനിതകൾക്കും അപേക്ഷിക്കാം. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 5 അടിസ്ഥാന വിഷയങ്ങൾ ആകെ 45% മാർക്കും ഓരോന്നിനും 33% മാർക്കും ഉണ്ടായിരിക്കണം. ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ വിജയിച്ചവർ ഇതിന് തുല്യമായ ഗ്രേഡ് നേടിയിരിക്കണം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. ടെക്നിക്കൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് എന്നിവ ഉൾപ്പെടെ സയൻസ് +2 ഓരോ വിഷയത്തിലും 40% മാർക്കോടെ ആകെ 50% മാർക്കോടെയും പാസ്സായിരിക്കണം. അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് എന്നിവ ഉൾപ്പെടെ സയൻസ് +2 1 വർഷത്തെ ITIയും അല്ലെങ്കിൽ ഇംഗ്ലീഷ്, സയൻസ്, മാത്സ് എന്നിവ 40% മാർക്കോടെയും ആകെ 50% മാർക്കോടെയും നേടിയ 10ാം ക്ലാസ് വിജയവും ദ്വിവത്സര ITI, ത്രിവത്സര ഡിപ്ലോമയും മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഇലക്ട്രോണിക് മെക്കാനിക്, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റംസ്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്, ഡ്രോട്ട്സ്മാൻ, സർവേയർ, ജിയോ ഇൻഫോർമാറ്റിക്സ് അസിസ്റ്റൻറ്റ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ ഓപ്പറേറ്റർ, ഇലക്ട്രിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വെസൽ നാവിഗേറ്റർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി. ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നവർക്ക് വേണ്ട ശാരീരിക യോഗ്യതകളുടെ ചാർട്ടുണ്ട്. അത് നോക്കിയിട്ട് അപേക്ഷിക്കുക. പ്രായം എന്ന് പറയുന്നത് 17 മുതൽ 21 വയസ്സ് വരെയാണ്. അപേക്ഷകർ 2004 ഒക്ടോബർ 1 2008 ഏപ്രിൽ 1 ഇടയിൽ ജനിച്ചവരാകണം. സേവാനിധി പാക്കേജ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 4 വർഷമായിരിക്കും സർവീസ് ചെയ്യേണ്ടി വരിക. ആദ്യ വർഷം 30,000 രൂപയും 2ാം വർഷം 33,000 രൂപയും 3ാം വർഷം 36,500 രൂപയും 4ാം വർഷം 40,000 രൂപയുമാണ് ഓരോ അഗ്നിവീരനും പ്രതിമാസം അനുവദിക്കുക. എന്നാൽ ഇതിൽ 70% തുകയെ കയ്യിലേക്ക് ലഭിക്കുകയുള്ളൂ. ശേഷിക്കുന്ന 30% പ്രതിമാസം നീക്കിവെക്കും. ഇങ്ങനെ നീക്കിവെക്കുന്ന തുകയും സർക്കാർ അനുവദിക്കുന്ന തുല്യമായ തുകയും ചേർത്തുള്ള 10.04 ലക്ഷം രൂപ സർവീസ് പൂർത്തിയാകുമ്പോൾ സേവാനിധി പാക്കേജായി തിരികെ ലഭിക്കും. 4 വർഷത്തെ സർവീസിൽ നോൺ കോൺട്രിബ്യൂഷൻ ലൈഫ് ഇൻഷുറൻസ് കവറേജിനും അർഹതയുണ്ടായിരിക്കും. പരീക്ഷാ ഫീസ് 250 രൂപയാണ്. അപേക്ഷയോടൊപ്പം ഓൺലൈൻ ലിങ്ക് വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അവസാന തീയതി 10/4/2025. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയും അതിനുശേഷം റിക്രൂട്ട്മെൻറ്റ് റാലിയും നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ്. പക്ഷേ ഇംഗ്ലീഷ്, മലയാളം എന്നിവ ഉൾപ്പെടെ 13 ഭാഷകളിൽ നടത്തും. ഓൺലൈനായുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയായിരിക്കും നടത്തുക. പരീക്ഷ 2025 ജൂണിൽ ആരംഭിക്കും. തീയതി പിന്നീട് പ്രഖ്യാപിക്കും. ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ വിഭാഗത്തിലേക്കുള്ള അപേക്ഷകർക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി ഉണ്ടാവും. ഓൺലൈൻ പരീക്ഷയിൽ നിന്ന് ഒഴിവുകൾക്കനുസരിച്ച് നിശ്ചിത എണ്ണം ഉദ്യോഗാർത്ഥികളെയാണ് 2ാം ഘട്ടമായ റിക്രൂട്ട്മെൻറ്റ് റാലിയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. കായികക്ഷമതാ പരീക്ഷ, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്, മെഡിക്കൽ പരിശോധന എന്നിവയാണ് റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ ഭാഗമായി നടക്കുക. കായികക്ഷമതാ പരീക്ഷ സംബന്ധിച്ച വിവരങ്ങൾ ഇതോടൊപ്പമുള്ള പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. അപേക്ഷ www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലുള്ളവർ തിരുവനന്തപുരത്തെ ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസിന് കീഴിലും തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ളവരും മാഹി,
ലക്ഷദ്വീപ് നിവാസികളും കാലിക്കറ്റ് ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസിന് കീഴിലുമാണ് ഉൾപ്പെടുക. അതത് ഓഫീസുകൾ വിജ്ഞാപനം വെബ്സൈറ്റിൽ ചേർത്തിട്ടുണ്ട്. രജിസ്ട്രേഷനുള്ള നിർദ്ദേശങ്ങൾ ഇതേ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപേക്ഷയിൽ ആധാർ നമ്പർ നൽകണം. ഒരാൾക്ക് 5 പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാം. പിന്നീട് മാറ്റാൻ ആവുകയില്ല. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഏപ്രിൽ 10 ഹെൽപ്പ് ലൈൻ നമ്പർ തന്നിട്ടുണ്ട്. ആർമിയിൽ വനിതകൾക്കായിട്ടും അവസരമുണ്ട്. അഗ്നിവർ ആകാം. വിദ്യാഭ്യാസ യോഗ്യതയെല്ലാം നേരത്തെ പറഞ്ഞത് പ്രകാരമാണ്. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. എന്നാൽ കുട്ടികളില്ലാത്ത വിധവകൾക്കും വിവാഹിതമോചിതർക്കും അപേക്ഷിക്കാം. പ്രായം 17 to 21 വയസ്സ്. അപേക്ഷകർ 2004 ഒക്ടോബർ 1 2008 ഏപ്രിൽ 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെ. സർവീസിലിരിക്കെ മരണപ്പെട്ട സൈനികരുടെ വിധവകൾക്ക് 30 വയസ്സ് വരെ ഇളവ് ലഭിക്കും. ശാരീരിക യോഗ്യത 162 സെൻറ്റിമീറ്റർ ഉയരം വേണം. കായിക താരങ്ങൾക്ക് സർവീസിലിരിക്കെ മരണപ്പെട്ട സൈനികരുടെ വിധവകൾക്കും ഉയരത്തിൽ 2 സെൻറ്റിമീറ്റർ ഇളവ് ലഭിക്കും. ബാക്കിയെല്ലാം നേരത്തെ ആൺകുട്ടികളുടെ പറഞ്ഞത് അതേപോലെ തന്നെയാണ് വനിതകൾക്കും വരുന്നത്. ഇതിൻ്റെ PDF വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാമിൽ ലഭിക്കുന്നതായിരിക്കും. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.